Question number 20 നോക്കാം. ഇത് let the locus of the midpoint of the chord of the circle. Circle ആരാ? Yes, circle x square plus y square minus 2y equal to 0. Plus 1 equal to 1 എന്ന് പറയുമ്പോൾ പോകും. ഇതാണ് സർക്കിൾ എസ്. ഇതിൻ്റെ കോഡിൻ്റെ let the locus of the midpoints of the chord. ഇതിന്റെ കോഡിന്റെ എവിടുന്ന് വരയ്ക്കുന്ന ഡ്രോൺ ഫ്രം ദ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന കോഡുകളുടെ മിഡ് പോയിന്റ്സിന്റെ ലോക്കസ്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇവങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വേ. സെന്റർ അറ്റ് 0, 1 ആൻഡ് റേഡിയസ് 1 ഇങ്ങനെ വരും. ഇതാണ് കോഡുകൾ. ഈ കോഡുകളുടെ മിഡ് പോയിന്റിന്റെ ലോക്കസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ലോക്കസും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സുകൾ കിട്ടും. ആ പോയിന്റ്സുകളാണ് പി എൻ ക്യൂ. പി എൻ ക്യൂ കണ്ടുപിടിച്ചാൽ ലെങ്ത് പി ക്യൂ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വിൽ ബി ദ ലോക്കസ്? സോ നമ്മൾ ലോക്കസ് കാണണം. വി ഫൈൻഡ് locus of midpoints. അപ്പൊ എങ്ങനെയാണ് ലോക്കസ് കാണാൻ? ഒരു എച്ച് കേറ്റ് എടുക്കുന്നു. അപ്പൊ എച്ച് കേറ്റ് എടുക്കുമ്പോൾ കോഡ് ഓഫ് ഇക്വേഷൻ ഓഫ് കോഡ്, അങ്ങനെ ഒരു ഫോർമുല നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് കോഡ് ഓഫ് സർക്കിൾ എസ് and midpoint of chord is h, k ആണെങ്കിൽ h, k ക്ക് ഒരു x1 y1 എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ കംഫർട്ടബിൾ ആയി പഠിച്ചതുണ്ടോ? x1 y1 ഫോർമുല x1 y1 is the formula. What you can remember is t equal to s dash. t equal to s. t എന്ന് പറയുമ്പോൾ where t is what? xx1 plus yy1. This is what is t. yy1 plus g into x plus x1 plus f into y plus y1 plus c equal to 0. ഇവിടുത്തെ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിൾ is what? x square plus y square. Therefore this will be xx1 plus yy1 plus there is no g. So 0 into g 0. g 0 ആണ്. എഫ് എത്ര വരും? -1 ആണ്. ദിസ് ഈസ് എ സർക്കിൾ. 0 into x plus x1 -1 into y plus y1 is equal to x1 square plus y1 square minus 2y1. സർക്കിൾ ഇതാണ് വരുന്നത്. ഇതിനെ നമ്മൾ കുറേയും കൂടി കൃത്യമായിട്ട് എഴുതുമ്പോൾ ആൻഡ് ദിസ് പാസസ് ത്രൂ, അതാണ് കാര്യം, ദിസ് പാസസ് ത്രൂ ഏതിലൂടെ പോകുന്നുണ്ട്? ഒറിജിൻ നാളെ വരച്ചിരിക്കുന്നു. അപ്പൊ xx1 plus yy1 plus g into x plus x1 plus f into y plus y1 equal to s. സർക്കിൾ. That is the standard equation. Then this passes through origin. അപ്പൊ എക്സിന് 0 വൈക്ക് 0 കൊടുത്താൽ what you get is x1 into 0 plus y1 into 0 this is already 0. Here it is only
both term will be like xx1 plus, yes, here it is, the coordinates will be y. നമ്മൾ വൈക്കാണ് 0 കൊടുക്കുന്നത്. വൈക്ക് 0 കൊടുക്കുമ്പോൾ what you get is, ഈ ടേം 0 ആയിരിക്കും, ഈ ടേം എക്സിനും വൈക്കും 0 കൊടുക്കും, 0 minus y1, x1 square plus y1 square minus 2y1. What you get is x1 square, that gives x1 square plus y1 square minus y1 equal to 0. ഇതാണ് മിഡ് പോയിന്റ് പർട്ടിക്കുലർ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലോക്കസ്, therefore locus of midpoint എന്ന് പറയുമ്പോൾ x1 is replaced as x, y1 is replaced as y. What you get is x square plus y square minus y equal to 0. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇവിടെ ഇക്വേഷൻ ഓഫ് കോഡ് ഹാവിംഗ് മിഡ് പോയിന്റ് x1 y1 എഴുതുമ്പോൾ xx1 പ്ലസ് y1 പ്ലസ് g into x plus x1 plus f into y plus y1 plus c equal to സർക്കിൾ എസ്, സർക്കിളിന്റെ പോയിന്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇതാണ് കോഡിന്റെ ഇക്വേഷൻ വിത്ത് മിഡ് പോയിന്റ് x1 y1. പക്ഷെ ആ കോഡ് ഏതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ 0 പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജിക്ക് 0 ആട്ടോ. ജി എഫ് എവിടുന്ന് കിട്ടുന്നതാണ്? ജിയും എഫ് സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടുന്നത്. സർക്കിളിന്റെ ഇക്വേഷനിൽ ജി ഇല്ല, എഫ് -1 ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർക്കണം. അതൊക്കെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ജി 0 ആണ്, 2f ആണ് അവിടെ -2. ദാറ്റ് മീൻസ് f ഈക്വൽ ടു -1. അതാണ് ഇവിടെ എഫിന് പകരം -1 കൊടുത്തത്, ജിക്ക് പകരം 0 കൊടുത്തത്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അത് 0 പാസ് ചെയ്യിക്കുന്നു. അപ്പൊ എക്സിനും വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -y1 റൈറ്റ് ഹാൻഡ് സൈഡിൽ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് 2y1. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് y1 ഈക്വൽ ടു 0. അതിന്റെ ലോക്കസ് ഇതാണ്. ദിസ് ഇന്റർസെക്ട്, ഇതൊരു സർക്കിളാണ്. ദിസ് ഇന്റർസെക്ട്, ആ സർക്കിളാണ് ഞാൻ ഏകദേശം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സർക്കിള് എന്ന് ഊഹിക്കാം. ഈ സർക്കിള് ദിസ് ഇന്റർസെക്ട് ആരായിട്ടാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ y ഈക്വൽ ടു 1 മൈനസ് എക്സ്. therefore x സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 0. അതിനെന്ത് എക്സ് സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ minus 1 plus x equal to 0. 1 is cancelled. 2x square minus x equal to 0 gives x equal to 0, x equal to 1 by 2. അപ്പോൾ 0 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? x equal to 0 gives y equal to 1. therefore p ആരായിട്ട് വരും? 0. x equal to 1 by 2 കൊടുക്കുമ്പോൾ y equal to ആരായിട്ട് വരും? 1 by 2. therefore q equal to 1 by 2, 1 by 2. so what is pq? pq equal to root of 1 by 2 square plus 1 by 2 square. distance formula. what you get is 1 by root 2. that is the answer. എന്തൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളാണ് ഇത്. ഇതാ ഈ സർക്കിളിന് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന കോഡുകളുടെ മിഡ് പോയിന്റ്സുകളുടെ ലോക്കസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ മിഡ് പോയിന്റ് ഞാൻ ഒരു x1 y1 ആയിട്ട് എടുത്താൽ x1 y1 മിഡ് പോയിന്റ് ആയിട്ടുള്ള കോഡിന്റെ ഇക്വേഷൻ ആണ് x1 പ്ലസ് y1 പ്ലസ് g ഇൻറ്റു എക്സ് പ്ലസ് x1 പ്ലസ് y ഇൻറ്റു എഫ് ഇൻറ്റു വൈ പ്ലസ് y1 ഈക്വൽ ടു സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്ന് g 0യും f -1ഉം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എക്സുകൾക്കൊക്കെ പകരം എന്തായിട്ട് കൊടുക്കുക? ഈ ടി എഴുതാൻ
എക്സ് സ്ക്വയറുകൾ x(x1) ആയിട്ടും y സ്ക്വയറിന് y എന്നായിട്ടും x+x1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കും. അപ്പൊ ഈ കോഡ്, ഇതാണ് കോഡ് ഓഫ് ഹാവിങ് x1 y1 as മിഡ് പോയിന്റ്. ഈ കോഡ് 0 പാസ് ചെയ്യിക്കുന്നു എന്ന് വെച്ചാൽ എക്സിനും വൈക്കും 0 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതിനെ ജനറലൈസ് ചെയ്താൽ ഇതാണ് ലോക്കസ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ കോഡ്. അത് വീണ്ടും ഒരു സർക്കിളാണ്. അത് ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് അഗെയിൻ എ സർക്കിൾ. ആ സർക്കിള് ഈ ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്ന 2 പോയിന്റ്സുകളാണ് 0ഉം 1ഉം 1/2 1/2 PQ. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരം നമുക്ക് we get the answer 1/√2. So 1/√2 is the answer. Answer will be 1/√2 is the answer. That is option 1 is the answer. 1/√2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇതൊരു സർക്കിൾ, അതായത് 2 ഡയമെൻഷണൽ ജോമെട്രി എന്ന് വരും. അപ്പോൾ സർക്കിളിൽ നമ്മൾ പഠിക്കേണ്ടത് സർക്കിളിന്റെ വിവിധ തരം ഇക്വേഷൻസുകൾ, സെൻറ്റർ, റേഡിയസ്, പിന്നെ അതിന്റെ ടാൻജൻസിന്റെ ഇക്വേഷൻസ്, കോഡിന്റെ ഇക്വേഷൻ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. NCERT സിലബസിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മൾ നിങ്ങളുടെ എക്സ്ട്രാ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ കോഡ് ഓഫ് കോണ്ടാക്ട്. അതുപോലെ കോഡ് ഓഫ് കോണ്ടാക്ട്, ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് എന്ന് വരയ്ക്കുന്ന ടാൻജൻസുകളുടെ കോണ്ടാക്ട് പോയിന്റ്സുകളെ യോജിപ്പിക്കുന്ന കോഡിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. അങ്ങനെ സർക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ട്സുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് കോഡിന്റെ മിഡ് പോയിന്റ് അറിയാമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതാം. ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഇക്വേഷൻ എഴുതുന്നു. അതിനെ ജനറലൈസ് ചെയ്യുമ്പോഴാണ് മിഡ് പോയിന്റ്സുകളുടെ ലോക്കസ് കിട്ടുന്നത്. ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സുകളുടെ പാത്താണ് അല്ലെങ്കിൽ ജോയിനിങ്, ഒരു പോയിന്റിന്റെ പാത്തിനെയാണ് ലോക്കസ് എന്ന് വിളിക്കുന്നത്. അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ആ പർട്ടിക്കുലർ പോയിന്റിനെ ജനറലൈസ് ചെയ്യുമ്പോൾ അത് ലോക്കസ് ആവുന്നു. ഇവിടെ x1 y1 പർട്ടിക്കുലർ പോയിന്റ് ആയിട്ട് കോഡിന്റെ ഇക്വേഷൻ കാണുന്നു. അത് ജനറലൈസ് ചെയ്യാൻ വേണ്ടി x1നെ x ആയിട്ടും y-നെ y1 ആയിട്ടും ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന x1 y1ന്റെ റെഡ്യൂസ്ഡ് ഇക്വേഷനിൽ x1ന് പകരം x-ഉം y1ന് പകരം y-യുമായിട്ട് ജനറലൈസ് ചെയ്യുമ്പോഴാണ് അത് ലോക്കസ് ആയി മാറുന്നത്. ആ ലോക്കസ് ആണ് മറ്റൊരു സർക്കിളായ x² + y² - y = 0. ആ ലോക്കസ് നമ്മൾ x+y = 1നെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. 0, 1 എന്ന് പറയുന്ന P പോയിന്റും 1/2 1/2 എന്ന് പറയുന്ന Q പോയിന്റും. എങ്കിൽ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/√2 ലഭിക്കുന്നു. അങ്ങനെയാണ് ഓപ്ഷൻ 1 ആണ് പ്രോബ്ലത്തിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ?